യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത, വചനധ്യാനം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ താൻ നമ്മുടെ രക്ഷയ്ക്കായി കടന്നു വന്നപ്പോൾ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിൽ ആക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഉള്ളത്. ആയതിനായി കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ വരവോടുകൂടെ ആത്മീയ ദൈവരാജ്യം സ്ഥാപിച്ചു. ആ ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശുക്രിസ്തു വളരെ സവിസ്തരമായി തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ഇന്ന് പലർക്കും ദൈവരാജ്യ മൂല്യങ്ങളെക്കുറിച്ച്, ദൈവരാജ്യ മർമ്മങ്ങളെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നേടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചത് താലന്തകളുടെ ഉപമയാണ്. താലന്തകളുടെ ഉപമയിൽ ഒരു യജമാനൻ താൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്തകളെ കൊടുക്കുന്നതായിട്ടും, അതേപോലെ തന്നെ താൻ കണക്ക് തീർക്കാൻ കടന്നു വരുന്നതായ ആ ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ദൈവം നമ്മളോട് കണക്ക് തീർക്കുന്നത്, എപ്രകാരം നാം അവൻ്റെ മുമ്പാകെ ആയിരിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനകൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നതായ, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിക്ഷിപ്തമാക്കിയതായ കഴിവുകളെ, താലന്തുകളെ നാം വ്യാപാരം ചെയ്തുകൊണ്ട് നാം ആയിരിക്കണം. നമ്മുടെ ജീവിതം അതിനായിട്ട് തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ കേവലം ഐഡിയലായിട്ടിരിക്കുകയല്ല, വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് നമ്മൾ വളരെ ക്രിയാത്മകമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാകുന്നു. ഇന്ന് മുതൽ നമ്മൾ മറ്റൊരു ചിന്തയിലേക്കാണ് കടന്നു പോകുന്നത്. അതും ദൈവരാജ്യം സംബന്ധിച്ച് തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് ദൈവരാജ്യത്തിലെ പ്രജകളുടെ, പൗരന്മാരുടെ ഗുണങ്ങളും അവരുടെ യോഗ്യതകളെക്കുറിച്ചും സംസാരിച്ചു വരവേ യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്ന പത്രോസ് യേശുവിന്റെ അടുക്കൽ ഒരു സംശയം ചോദിച്ചു. അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നു മുതൽ ഏതാനും ചില ദിവസങ്ങളിലേക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ആദ്യം വായിച്ച ശേഷം നമ്മൾ ഉപമയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഈ ഉപമയുടെ ആമുഖം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പത്രോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് ചോദിച്ച ചോദ്യം, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അന്നത്തെ യഹൂദ റബ്ബിമാർ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുവനോട് 3 വട്ടം ക്ഷമിച്ചാൽ മതി, അതിനുശേഷം നമ്മൾ ക്ഷമിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവർ പഠിപ്പിച്ചിരുന്നു. ഈ ഒരു പഠിപ്പിക്കൽ പത്രോസിന് മനസ്സിലായി കാണും. എന്നാൽ പത്രോസിന്റെ തന്നെ വീക്ഷണത്തിൽ, ഒരുപക്ഷെ മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ പത്രോസിന് തോന്നിയ ഒരു കാര്യം, നമ്മൾ 3 വട്ടം ക്ഷമിച്ചാൽ പോരാ, 7 വട്ടമെങ്കിലും ക്ഷമിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പത്രോസ് പ്രവേശിച്ചു. യേശുക്രിസ്തു ഇപ്രകാരമുള്ള ദൈവരാജ്യ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത വീണ്ടും പ്രബലപ്പെടുകയും പത്രോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന്, ഞാൻ എത്ര പ്രാവശ്യം എന്നോട് പിഴയ്ക്കുന്നതായ സഹോദരനോട് ക്ഷമിക്കണം, 7 മതിയോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 3 വട്ടം ക്ഷമിച്ചാൽ മതി എന്ന് യഹൂദ റബ്ബിമാർ പറയുമ്പോൾ കുറച്ചുകൂടി ജനറസ് ആയിട്ട്, ധാരാളമായിട്ട് പത്രോസ് 7 എന്നുള്ള ഒരു സംഖ്യ താൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പത്രോസ് കടന്നു വന്നു. പക്ഷെ യേശു കുറച്ചുകൂടി ജനറസ് ആയി, ധാരാളിയായി തീർന്നുകൊണ്ട് യേശു പറയുന്നു, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. അതിനർത്ഥം ദൈവത്തിന്റെ ക്ഷമയുടെ ജനറോസിറ്റി, ആ ധാരാളിത്തമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ക്ഷമയുടെ ഒരു രാജ്യം കൂടെയാണ്. അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് യേശു 23-ാം വാക്യം മുതൽ ഒരു ഉപമ പറയുകയാണ്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഉപമ ഒരു യജമാനനോട് സദൃശ്യം എന്ന് പറയുന്നിടത്ത് ഇവിടെ പറയുന്നു, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന
ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടമ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. കഴിഞ്ഞ ദിവസവും നമ്മൾ ധ്യാനിച്ചതായ ആ താലന്തുകളുടെ ഉപമയിലും നമ്മൾ കണ്ടതായ ആ യജമാനൻ കണക്ക് നോക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് കണക്ക് തീർക്കുന്നതായ ഒരു വ്യവസ്ഥ ആണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ആ താലന്തുകളുടെ ഉപമയിലെ ആളുകൾ കടന്നു വന്നപ്പോൾ യജമാനൻ അവരെ ഒരു സമൂഹമായിട്ടല്ല കണ്ടത്, വ്യക്തിപരമായി അവരെ കണ്ടു. കാരണം വ്യക്തിപരമായിട്ടാണ് യജമാനൻ അവർക്ക് താലന്തുകളെ, കഴിവുകളെ, സമയങ്ങളെ, അവസരങ്ങളെ കൊടുത്തത്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ സഭയായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കാം, നമ്മളുടെ ആത്മീയമായ ചിന്തയിൽ എപ്പോഴും ഒരു കൂട്ടം ആയിരിക്കാം നമ്മുടെ ചിന്തയിൽ കടന്നു വരുന്നത്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളോട് വ്യക്തിപരമായി കണക്ക് ചോദിക്കും. അവൻ നമുക്ക് വ്യക്തിപരമായി കഴിവുകൾ തരുന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തിപരമായ കണക്ക് അവന് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ സൂചന ഈ വേദഭാഗത്തുണ്ട്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവരാജ്യത്തിൽ ഒരുക്കപ്പെടേണ്ടതും യജമാനന്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ വ്യക്തിപരമായി കാത്തിരിക്കേണ്ടതും ആവശ്യമാണെന്ന് ഈ സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുവാൻ തക്കോണം ദൈവമിടയാക്കി തീർക്കും. നോക്കുക, 24-ാം വാക്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയിലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം, 10,000 താലന്ത് കടപ്പെട്ടവൻ. ഈ 10,000 താലന്ത് കടപ്പെട്ടവൻ എന്ന് പറയുന്നത് ഏതാണ്ട് 1 കോടിയിലധികം ഇന്നത്തെ രൂപയുടെ ആ ഒരു കോസ്റ്റ്, ആ ഒരു പ്രൈസ് വരുന്നതായ ഒരു എമൗണ്ട് ആണ് ഈ 10,000 താലന്ത് എന്ന് പറയുന്നത്. അക്കാലത്ത് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു എമൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് ഈ ദാസനെ ഈ രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് ഈ കടം വീട്ടുവാൻ സാധിക്കുമോ? അങ്ങനെ ചോദിച്ചപ്പോൾ യജമാനന്റെ മനസ്സിലായി അവന് വീട്ടുവാൻ വകയില്ലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. ഇത് പഴയ നിയമകാലത്തുള്ള ഒരു വ്യവസ്ഥയാണ്, ആളുകളെ വിറ്റ് കടം വീട്ടുക. നമുക്ക് പ്രവാചക ശിഷ്യന്റെ ഭാര്യ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് വായിക്കാൻ കഴിയുന്നില്ലേ? നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞങ്ങൾ വളരെയധികം കടഭാരത്തിലായിരിക്കുന്നു. ഇപ്പോൾ കടക്കാർ എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുവാൻ, വിൽക്കുവാൻ വന്നിരിക്കുന്നു. അവർ തൻ്റെ മക്കളെ അടിമകളായി കൊണ്ടുപോകുവാൻ, അവരെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അക്കാലത്ത് ഇങ്ങനെയുള്ള ആളുകളെ അടിമകളായി വിൽക്കുമ്പോൾ ഏകദേശം 1 താലന്തായിരുന്നു മാക്സിമം വില എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഈ മനുഷ്യനെയും തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും വിറ്റാൽ പോലും കടം തീർക്കുവാൻ കഴിയില്ല എങ്കിലും ഒരു നീതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു രാജാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ നീതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു കർത്താവാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ അപ്രകാരം അവനെ വിൽക്കുവാൻ കൽപ്പിച്ചപ്പോൾ 26-ാം വാക്യം, അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ ഈ മനുഷ്യൻ റിക്വസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കുകയാണ്. യജമാനനെ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ദയ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരുപക്ഷെ ചിരിച്ചു കാണും. കാരണം ഇങ്ങനെയുള്ള ഒരു കടം ഒരാളുടെ ജീവിതം കൊണ്ട് ഒരിക്കലും തീർക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അന്ന് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യൻ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തൻ്റെതായിട്ടുള്ള ഒരു പരിശ്രമം അവൻ നടത്തി നോക്കുകയാണ്. ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ലേ? ദൈവത്തിന് മുമ്പാകെ രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി അവൻ അവൻ്റെതായ ചില വഴികൾ നോക്കാറുണ്ട്. ചില ആളുകൾ നോമ്പുകൾ നേരാറുണ്ട്, ചില ആളുകൾ പദയാത്രകളും തീർത്ഥാടനങ്ങളും നടത്താറുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ കടം തീർക്കുവാൻ മതിയായതല്ല എന്നുള്ള ഒരു സന്ദേശവും ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം തന്നെ കറ പുരണ്ട തുണി പോലെയെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. സങ്കീർത്തന പുസ്തകം 49-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയത്തില്ല. നമ്മുടെ യാതൊരു പരിശ്രമങ്ങളും ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ കഴിയത്തില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നുണ്ട്.
അതേപോലെ തന്നെ 1 പത്രോസ് 1:18 വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു വസ്തുക്കളെ കൊണ്ടും നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത ദൈവവചനം എഴുതിയിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ അവന്റെ സമ്പ്രദായത്തിലൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ശ്രമിക്കുന്നത്? ക്രിസ്ത്യാനികൾ പോലും ഇപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ദുഃഖകരമായൊരു കാര്യമാണ്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, രാജാവ് ഒരു നീതി നടത്തി കൊടുക്കുവാൻ വേണ്ടി അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും വിൽക്കുവാൻ കൽപ്പിച്ചപ്പോൾ അവൻ യാചിക്കുന്നതായ ക്ഷമ, അവൻ പറയുന്നതായ പെറ്റീഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം അവന്റെ യാതൊരു പരിശ്രമങ്ങളും ഇവന്റെ ഈ കടം തീർക്കുവാൻ ഉതവില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലെ തന്നെയാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച 2 വാക്യങ്ങളും അതല്ല തെളിയിക്കുന്നത്. ഇവിടെ നമ്മൾ അവസാനം വായിച്ച വാക്യം പറയുന്നു, പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയക്കാനോ ക്രൂശിൽ മരിക്കാനോ അനുവദിക്കില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനെ ഒരു വഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ദൈവം തൻ്റെ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയായിത്തീർന്നെങ്കിൽ ഇന്ന് മാനവജാതിയുടെ രക്ഷ, മാനവജാതിക്ക് ദൈവത്തിന് മുമ്പാകെയുള്ള നീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണെന്ന് നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേ, ഇന്ന് ഈ വചനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ രക്ഷ, ദൈവത്തിന് മുമ്പാകെയുള്ള നമ്മുടെ നീതി, നമ്മൾ കടപ്പെട്ടിരിക്കുന്ന കടം എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്, വളരെ വലുതാണ്. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവനും അധ്വാനിച്ചു തീർത്താലും നമുക്ക് ഈ കടം തീർക്കുവാൻ കഴിയത്തില്ല. അതുപോലെയുള്ള പാപത്തിന്റെ കടം നമ്മുടെ മേലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ നീതിയാണ് നമ്മെ രക്ഷിക്കുക എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഉപമ അല്പം കൂടുതൽ വിശദീകരിക്കേണ്ട ഉപമയാകിയാൽ ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. പക്ഷെ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മോട് കാണിച്ചതായ ആ ക്ഷമ, അതിൻ്റെ അളവ്, അതിൻ്റെ ആഴം, അതിൻ്റെ വില എന്ന് പറയുന്നത് മനുഷ്യർ ആർക്കും ഊഹിക്കാവുന്നതിനപ്പുറമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആ ക്ഷമയുടെ ആ മഹത്വം കാണാതെ ഇന്ന് അനേകരും അവരുടേതായ രീതികളെ, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, ഏതെങ്കിലും മരിച്ചുപോയ ഒരാളുടെ അടുക്കലേക്ക്, അവരുടെ കബറിടത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും രക്ഷ സാധ്യമല്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മുമ്പാകെ പ്രസാദകരമായ ഏക യാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ യാഗമാണ്. ആ യാഗത്തിൽ വിശ്വസിക്കുകയും ആ യാഗത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നവർക്ക് മാത്രമേ ദൈവിക പ്രസാദം ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ പാപത്തിന്റെ ആ കടത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, 10,000 താലന്തുകൾ കടപ്പെട്ടതായ മനുഷ്യനെ രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ തൻ്റെ കടം തീർക്കുവാൻ വേണ്ടതായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവൻ്റെ ഭാര്യയെയും കുട്ടികളെയും അവനെ തന്നെ വിറ്റ് കടം തീർപ്പാൻ രാജാവ് കൽപ്പിച്ചെങ്കിലും അവൻ തൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി അവൻ യാചിച്ചു. പക്ഷേ അവൻ ആ ക്ഷമ അർഹിക്കപ്പെടുന്നില്ല. കാരണം ആ വലിയ തുക എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഞങ്ങളുടെ പാപത്തിൻ്റെ ആ ഭാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോകത്തിൽ ഒന്നിനാലും ഞങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്നുള്ളതും കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളതുമായ സത്യം ഞങ്ങൾ ഇന്ന് അറിയുന്നു. കർത്താവ് വചനം കേൾക്കുന്ന ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതിനായി കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ നീ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം കേട്ട ഓരോരുത്തരും തങ്ങളുടെ രക്ഷ, തങ്ങളുടെ വിടുതൽ, തങ്ങളുടെ പാപക്ഷമ കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമാണെന്ന് ഉറപ്പോടുകൂടെ വിശ്വസിക്കുവാനും അപ്രകാരം അവനിൽ ആശ്രയിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.